ദൈവമക്കും ക്രിസ്തേശുവിൽ സ്നേഹവും വന്ദനം അറിയിക്കുകയാണ്. നമ്മൾ വായിച്ചതായ തിരുവചന ഭാഗം സങ്കീർത്തനം 125. നമുക്കെല്ലാവർക്കും പരിചയമുള്ള അനുഗ്രഹിക്കപ്പെട്ടതായ പലവട്ടം തിരുവചന ഭാഗം നമ്മൾ പലവട്ടം ധ്യാനിച്ചതായ ഒരു ഭാഗമാണ് 125-ാമത്തെ സങ്കീർത്തനം, സാംസ് 125. പ്രത്യേകിച്ച് ഈ സങ്കീർത്തനത്തിൽ നമുക്ക് ചെറിയ സങ്കീർത്തനമാണ്, 5 വാക്യങ്ങൾ മാത്രമാണ്. എത്ര വാക്യങ്ങളാണ് ഉള്ളത്? 5 വാക്യങ്ങൾ മാത്രമാണ് ഈ സങ്കീർത്തനത്തിലുള്ളത്. ഇതിൻ്റെ എഴുത്തുകാരനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൂ ഇസ് ദ ഓതർ ഓഫ് ദി സാം? പറഞ്ഞിട്ടില്ല. നമുക്കറിയത്തില്ല ആരാണ്. വി ഡോണ്ട് നോ ഹൂ ഇസ് ദ ഓതർ ഓഫ് ദി സാം. ആരാണ് ഇതിൻ്റെ സാമിൻ്റെ ഈ നമ്മൾ സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് വ്യക്തമല്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്കറിയാമല്ലോ, സങ്കീർത്തനങ്ങളുടെ അനേക എഴുത്തുകാരുണ്ട്, അല്ലേ? ദർ ആർ മെനി ഓതേഴ്സ് ആർ ദെയർ ഇൻ ദ സാംസ്. ഹൂ എൽസ്? ആരെല്ലാം എന്ന് പറയുമ്പോൾ ക്യാൻ യു ടെൽ മീ ദ നെയിംസ്? ദാവീദുണ്ട്, ആസാഫുണ്ട്, കോരഹപുത്രന്മാരുണ്ട്, മോശസ് ഉണ്ട്, ശലോമോനുണ്ട്, പിന്നെ ആസാഫ് കേട്ടിട്ടുണ്ട്. ആസാഫ് പറഞ്ഞായിരുന്നോ? ഓക്കെ, ആസാഫുണ്ട്. പിന്നെ വേറെ ദാവീദ് പറഞ്ഞ നോക്കിക്കേ, ട്രൈ ചെയ്തേ. ഏതാൻ കേട്ടിട്ടുണ്ടോ? ഏതാനുണ്ട്. പിന്നെ ചില സങ്കീർത്തനങ്ങളൊക്കെ വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നത് എസ്ര എഴുതിയതായി വേദപണ്ഡിതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട്. എസ്രയാണ് എഴുതിയതെന്ന്. ഇതാണ് പ്രധാന എഴുത്തുകാരെന്ന് പറയുന്നത്. പിന്നെ അനേക അറിയപ്പെടാത്ത, ആസ് വി ഹാവ് സീൻ നൗ, സാംസ് നമ്പർ 125. വി ഡോണ്ട് നോ ഹൂ ഇസ് ദ ഓതർ ഓഫ് സാംസ് 125. The same like that, we don't know like that there are many psalms. അതുപോലുള്ളതായ അനേക സങ്കീർത്തനങ്ങളുണ്ട്. നമുക്കറിയത്തില്ല ആരാണ് അതിൻ്റെ എഴുത്തുകാരെന്ന്. പക്ഷേ ബാക്ക്ഗ്രൗണ്ട്, വെൻ വി ലുക്ക് ഇൻ ടു ദ ബാക്ക്ഗ്രൗണ്ട്, നമുക്ക് കാണാൻ സാധിക്കുന്നത് ചോദിച്ചാൽ എവറി സാംസ് ദർ ഇസ് എ ബാക്ക്ഗ്രൗണ്ട്, അല്ലെ? എല്ലാ സങ്കീർത്തനത്തിനും വിശുദ്ധ വേദഭാഗം നമ്മൾ എടുത്താൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഈ സങ്കീർത്തനത്തിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കറിയാമോ? യെസ്. ഈ തീർത്ഥാടനം, നമ്മളെ യഹൂദന്മാരെ സംബന്ധിച്ച് തീർത്ഥാടനം, യെരുശലേമിലേക്കൊക്കെ തീർത്ഥാടനം ചെയ്യുന്നവരായിരുന്നു. ആ തീർത്ഥാടന യാത്രയോടുള്ള ബന്ധത്തിൽ അവർ തീർത്ഥാടനത്തിന് പോകുന്ന സമയത്ത് പല പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? തീർത്ഥാടനത്തിന് പോകുന്നത്. ആ പ്രതിസന്ധിയിൽ അവരെഴുതിയതായ, ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് എഴുതിയതായ സങ്കീർത്തനമാണ് ഏത്? ഇതാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ആ പ്രതിസന്ധി, അതായത് യെരുശലേം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. പർവ്വതങ്ങൾ, മൗണ്ടൻസ്. അതിൻ്റെ ജിയോഗ്രാഫിക്കായിട്ടുള്ളതായ ഭാഗങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. മൗണ്ടൻസ് ഇങ്ങനെ കാണാം. അപ്പം ഈ മൗണ്ടൻസൊക്കെ അല്ലെങ്കിൽ പ്രതികൂല കാലാവസ്ഥയും പ്രതികൂല സാഹചര്യങ്ങളെയും ഒക്കെ തരണം ചെയ്ത് പോകുന്ന സാഹചര്യത്തിൽ അവർ അതിൻ്റെ വാക്യം ഒന്ന് നിങ്ങൾ വായിച്ച്, ഒന്നാമത്തെ വാക്യം, വേഴ്സ് നമ്പർ 1. നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ. ആ വാക്യത്തിന്റെ അകത്ത് തന്നെ ഒരു മൗണ്ടൻ ഉണ്ട്, അല്ലേ? ആ വാക്യത്തിന്റെ അകത്ത് തന്നെ എന്തുണ്ട്? ഒരു പർവ്വതമുണ്ട്, ഒരു മൗണ്ടൻ ഉണ്ട്. ശ്രദ്ധിച്ചോണേ. അപ്പം ആ ഒരു വാക്യം ഇവിടെ പറയാൻ കാര്യം, നമ്മൾ ഒരു സ്പിരിച്വൽ മീനിങ് അതിൻ്റെ ബാക്കിലുണ്ടെങ്കിൽ പോലും ഒരു ഫിസിക്കലായ ഒരു കാര്യം കണ്ടുകൊണ്ടാണ് അതിനെ സ്പിരിച്വലായിട്ട് എന്ത് ചെയ്യുന്നത്? അവിടെ ഡിഫൈൻ ചെയ്യുന്നത്, അതിനെ തർജ്ജമ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, അതിനെ വിവരിക്കുന്നത്. ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എല്ലാ സങ്കീർത്തനത്തിൻ്റെ പിന്നിലും ഒരു കാര്യമുണ്ട്. എല്ലാ വാക്യങ്ങളുടെ പിന്നിലും ഓരോ റീസൺ ഉണ്ട്. സോ വെറുതെ നമ്മൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും, വെളിപ്പാട് പുസ്തകമൊക്കെ ഉണ്ട്, കാര്യം ദാനിയേൽ പുസ്തകത്തിലും അനേക കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. എങ്കിൽ പോലും മിക്ക പുസ്തകങ്ങളിലും മിക്ക വാക്യങ്ങളുടെയും പിന്നിൽ റീസൺ ഉണ്ട്. ആ റീസൺ ഇതാണ്: അനേകം മൗണ്ടൻസാൽ ഇങ്ങനെ കവർ ചെയ്യപ്പെട്ട് കിടക്കുന്ന സ്ഥലം. ആ സ്ഥലത്ത് പ്രതിസന്ധികളിൽ കൂടെ തരണം ചെയ്ത് അവർ തീർത്ഥാടനം ചെയ്യുമ്പോൾ
അവരുടെ ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവരെ ബലപ്പെടുത്തുവാൻ ദൈവം അവർക്ക് കൊടുത്ത വചനങ്ങളാണ് സങ്കീർത്തനം 125 സങ്കീർത്തനം. 1-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? യഹോവയിൽ ആശ്രയിക്കുന്നവർ ആ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ഞാൻ ഇതിനെ വളരെ ചുരുക്കമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഈ 5 വാക്യത്തെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഐ വുഡ് ലൈക്ക് ടു ഡിവൈഡ് ദി സാംസ്. ഏതാന്ന് ചോദിച്ചാൽ സാംസ് അതിൻ്റെ വേഴ്സ് നമ്പർ 1, 1-ാമത്തെ വാക്യം നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ സ്റ്റെബിലിറ്റി ദോസ് ഹു ആർ ട്രസ്റ്റ് ഇൻ ദ ലോർഡ്. ദൈവസന്നിധിയിൽ ട്രസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ളതായ സ്റ്റെബിലിറ്റി അല്ലേ. പക്ഷേ ഇത് പ്രസംഗിക്കാൻ എളുപ്പമാണ്. ഐ നോ ഇറ്റ്സ് ഈസി ടു പ്രീച്ച്, ഇറ്റ് ഈസ് ഈസി ടു ഗീവ് എ സെർമൺ റിഗാർഡിങ് ദ സ്റ്റെബിലിറ്റി. പക്ഷേ വെൻ വി റിയലി കം ടു ദ സ്ട്രഗിൾസ്, നമ്മുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് കടന്നു വരുന്ന സമയത്ത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഫേസ് ഇറ്റ് അല്ലെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ പ്രസംഗിക്കാൻ എളുപ്പമാണ് വേറൊരാൾക്ക്, അല്ലെങ്കിൽ കൗൺസിലിംഗ് തരാൻ എളുപ്പമാണ്. പക്ഷേ വെൻ വി ആർ ഗോയിങ് ത്രൂ ദ സിറ്റുവേഷൻസ് വി വിൽ ബി ഇൻ നമുക്കൊരു പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് വിഷയങ്ങളെ ഫേസ് ചെയ്യാൻ വലിയ പാടായിരിക്കും. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താണ്, ഇന്നലെ നമ്മൾ കണ്ടതാണ് അല്ലേ. ഇന്നലെ നമ്മൾ കണ്ടു ഓരോ പ്രശ്നം വരുമ്പോൾ നമ്മളിങ്ങനെ തകർന്നു പോകും. ഇന്നലെ നമ്മൾ കേട്ട മെസ്സേജ് എന്തായിരുന്നു? 2 മെസ്സേജ് നമ്മൾ കേട്ടു അല്ലേ. ഒന്നാമത്തെ ഞാൻ പ്രസംഗിച്ച ഭാഗം ഓർമ്മയുണ്ടോ നിങ്ങളതിലെ? ആരെ പറ്റിയാ? മേരിയെ പറ്റിയാണ്. എന്താണ് ആദ്യം ഈ വിഷയം പറയുമ്പോഴേ, അതായത് ഈ പ്രശ്നം പ്രശ്നമല്ല, ഈ ഒരു വിഷയം അവതരിപ്പിക്കുമ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് വിഷയം എന്ത് ചെയ്യുന്നത്, അവതരിപ്പിക്കുന്നത്. അപ്പോൾ കർത്താവിന് അറിയാം നമ്മുടെ ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ നമുക്ക് താങ്ങായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം ആവശ്യമാണെന്ന്. ദൈവമക്കളെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വളരെ ശാന്തമായി ഞാൻ പറയട്ടെ, നിങ്ങൾ കടന്നു പോകുന്ന വിഷയം എന്തുമാകട്ടെ, ആ വിഷയം വരുന്നതിന് മുന്നമേ തന്നെ ദൈവത്തിനൊരു പദ്ധതി നിന്നെ പറ്റിയുണ്ട്. ദൈവസാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ട്. ആ ദൈവസാന്നിധ്യം നീ കടന്നു പോകുന്ന വിഷയങ്ങളുടെ മേൽ നിന്നെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഇന്നലെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് വാക്ക് പറയേണ്ട ഇടത്ത് ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ദൂതൻ സഹോദരിയെ കൗൺസിൽ ചെയ്ത് ബലപ്പെടുത്തി ശക്തീകരിച്ച് അവസാനം ഇതാ കർത്താവിൻ്റെ ദാസി നിന്റെ വാക്കുപോലെ എന്ത് ചെയ്യട്ടെ, ഭവിക്കട്ടെ എന്ന് പറയത്തക്കവണ്ണം ആ സഹോദരി ആര് ബലപ്പെടുത്തുവാനിടയായി? ദൈവത്തിൻ്റെ ദൂതം പറയുക എന്ന് പറയുന്ന പോലെ ഇന്ന് ഈ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം, നീ ഫേസ് ചെയ്യുന്ന ഏത് വിഷയമാണെങ്കിലും ആ വിഷയത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീരും. അതിന് യാതൊരു സംശയവുമില്ല. അത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉറപ്പാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ച വാക്യം 1-ാമത്തെ വാക്യമാണല്ലോ. ആ വാക്യത്തിൽ കാണാൻ സാധിച്ച പ്രകാരമാണ്, യഹോവയിൽ ആശ്രയിക്കുന്നവർ. ശ്രദ്ധിച്ചോണം, അവർ ഈ മൗണ്ടൻസിനെ നോക്കി പറയും. അവർ എല്ലാ ദിവസവും നോക്കുമ്പോഴും എന്തവിടെ ഉണ്ട്? മൗണ്ടൻസ് അവിടെ ഉണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോഴും വൈകിട്ട് കിടക്കാൻ പോകുമ്പോഴും എല്ലാം എന്തവിടെ ഉണ്ട്? ഈ മൗണ്ടൻസ് അവിടെ ഉണ്ട്. അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. അവരതിനെ കണ്ടുകൊണ്ട് പറയുക, യഹോവയിൽ ആശ്രയിക്കണം. ഇതുപോലെയാ കാലത്തിനധികം കാലം മാറുന്നതനുസരിച്ച് പ്രശ്നം നമ്മൾ ആലോചിച്ച്, പ്രശ്നമില്ലാത്ത ജീവിതം ഉണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, UK വരുന്നതിന് മുമ്പ് UK വരണമെന്നുള്ള വിഷയത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അനേക കഷ്ടങ്ങളിലും ബുദ്ധിമുട്ടിലും കയറി ഇറങ്ങി ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ മാറ്റമുണ്ടോ? ഇല്ല. എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഒന്നിയിൽ ജോലി, അല്ലെ കുടുംബം, അല്ലെ സാമ്പത്തിക വിഷയം, ആത്മീയ വിഷയം, കുഞ്ഞുങ്ങളെ ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഭാര്യയുമായി ബന്ധപ്പെട്ട, ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അല്ലെങ്കിൽ മാനസിക വിഷയങ്ങൾ മാറിയിട്ടൊരു ജീവിതം ദൈവമക്കൾക്ക് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമില്ലെന്നല്ല. വിശ്വാസികളായി നമ്മൾ ഇറങ്ങി തിരിച്ച് നമുക്ക് കഷ്ടമില്ലെന്നൊക്കെ എങ്കിൽ എന്ത് രക്ഷപ്പെട്ടേനെ അല്ലേ. കർത്താവ് പറഞ്ഞത് ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടം ഉണ്ട്. There is a trouble, there is a trials, there is a temptation. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കും. കേട്ടോ, കർത്താവ് പറയുകയാണ്, നിനക്ക് പ്രശ്നമില്ല മക്കളെ, നീ പൊക്കോ എന്ന് പറയുന്നതല്ല. നിനക്ക് കഷ്ടമുണ്ട്, നീ ഭാരപ്പെടേണ്ട, ധൈര്യപ്പെട്ടിരിക്കുക, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. എന്തൊരു വലിയ ആശ്വാസമാണ്. ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ വളരെ ശാന്തമായി എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ള വിഷയം ഇതാണ്. നിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഏത് വിഷയമാണെങ്കിലും
ആ വിഷയത്തിൻ്റെ മധ്യ എന്താണ് നമ്മൾ ഈ ചഞ്ചലിച്ചു പോകാതെ, ഞാനിത് പ്രസംഗിക്കുമ്പോഴും വളരെ കോൺഫിഡൻ്റായി പറയുകയാണ്, പ്രശ്നം വരുമ്പോൾ ചഞ്ചലിക്കാത്ത വ്യക്തികൾ ആരുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനത്താൽ നമ്മെ ഉറപ്പിക്കുകയാണ്, ചഞ്ചലിച്ചു പോകാതെ. നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ കുലുങ്ങാതെ, അങ്ങനല്ല പറയുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എങ്ങനെ നിൽക്കണം പറഞ്ഞേ? എന്നേക്കും നിലനിൽക്കുന്ന, എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ആയിത്തീരുവാനിടയായിത്തീരണം. ഒരു സ്വത്രം പറഞ്ഞാണ് ദൈവമക്കൾ. ഹല്ലേലൂയ. ദൈവം നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്ന വിഷയമാണ് അല്ലേ. ഭാര്യ ആഗ്രഹിക്കുന്ന പോലെ ഭർത്താവാകുന്നു, ഭർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഭാര്യയാകുന്നു, മക്കൾ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആയിത്തീരണമെന്ന് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ. അപ്പോൾ കർത്താവിന് ആഗ്രഹമില്ലേ നമ്മൾ അപ്രകാരമായിരിക്കണമെന്ന്? കർത്താവ് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ്? പ്രശ്നം വരുമ്പോൾ ദൈവത്തിൻ്റെ പൈതൽ എങ്ങനെയാകരുത്? അവർ കുലുങ്ങുന്നവരാകരുത്, ഷെയ്ക്ക് ചെയ്യുന്നവരാകരുത്, കുലുങ്ങുന്നവരാകുവാൻ പാടില്ല. അവരും ദൈവസന്നിധി ഉറയ്ക്കുവാൻ ഒക്കെ പറഞ്ഞ ഇവിടെ. എന്താ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ദാനിയേലിൻ്റെ ജീവിതത്തിൽ നോക്കണം. ദാനിയേലിനെ പിടിച്ച് എവിടെ ഇട്ടെ? ഹലോ, ദാനിയേലിനെ പിടിച്ച് എവിടെ ഇട്ടെ? നമ്മൾ കുഴി കണ്ടാൽ മതി, സിംഹത്തിൽ നിന്ന് കാണേണ്ട കുഴി കണ്ടാൽ മതി, നമ്മൾ ആകപ്പാടെ പ്രശ്നമാണ്. ദാനിയേലിനെ പിടിച്ച് സിംഹത്തിൻ്റെ എവിടെ ഇട്ടു? കുഴിക്കകത്തിട്ടു. എന്തിനായിട്ടാ? വെറുതെ സിംഹത്തിന് നമ്മൾ പോയി കാഴ്ചബംഗ്ലാവിൽ പോയി സിംഹത്തെ കാണാൻ പോയ പോലെയല്ല. അദ്ദേഹം സിംഹത്തിന് ഭക്ഷണമായിട്ട് കൊടുത്തതാണ്, സിംഹത്തിന് എന്താണ് ആഹാരമായിട്ട് കൊടുത്തതാണ്. ശ്രദ്ധിച്ചോണേ, കുലുങ്ങാതെ നിൽക്കാൻ സാധിച്ച. അതാണ് ദൈവത്തിൻ്റെ ദാസന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവ് വചനം നിങ്ങൾ അതല്ലേ പഠിപ്പിക്കുന്നത്? പ്രശ്നത്തിന്റെ നടുവിൽ നമ്മൾ എന്ത് ചെയ്യല്ല? കുലുങ്ങരുത്. സ്തോത്രം, ഹല്ലേലൂയ. പ്രശ്നം ഞാൻ പറയട്ടെ, ഏത് ദിവസം നോക്കിയാലും ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ഏത് ജോലിയുമായി ബന്ധപ്പെട്ട സ്ട്രെസ്സ്, ആ വിഷയം ഇതിങ്ങനാണോ, ഇതങ്ങനാണോ, ഇതിങ്ങനാണോ, പ്രൈസ് ദി ലോർഡ്. ഈ സ്ട്രെസ്സ് മാറിയിട്ടൊരു ജീവിതം നമുക്കില്ലെന്ന് നാം തിരിച്ചറിയണം. ഒന്ന് പ്രാർത്ഥിച്ച് വിടുതലെടുക്കുമ്പോഴത്തേക്ക് അടുത്ത വിഷയം എന്ത് ചെയ്യും? മുമ്പിൽ വന്നിരിക്കും. നമ്മൾ ഈ വണ്ടി ഓടിക്കുന്ന പോലെ, വണ്ടി ഓടിച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ വേണ്ടടുത്ത മുമ്പിൽ അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് ചെല്ലുമ്പോൾ അടുത്തവൻ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഇവിടുന്ന് ഞങ്ങൾ ടൊറന്റിന് വണ്ടി ഓടിക്കുന്ന സമയത്തറിയാം, വളരെ ചെറിയ നാരോ റോഡാണ്. അപ്പം ഓരോരുത്തനെ ഓവർടേക്ക് കഷ്ടപ്പെട്ടാണ്, വളരെ ചില സ്ഥലത്ത് മാത്രമേ ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, 2-3 സ്ഥലത്തൊക്കെ മാത്രം. അവനെ കഷ്ടപ്പെട്ട് ഓവർടേക്ക് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത വണ്ടി ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അദ്ദേഹത്തെ കഷ്ടപ്പെട്ട് ഓവർടേക്ക് ചെയ്യുമ്പോഴായിരിക്കും അടുത്ത വണ്ടി ചെയ്യുന്നത്, അതിനേക്കാളും സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുന്നത്. സോ ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. ജീവിതത്തിന് മുമ്പിൽ എന്തുണ്ട്? എപ്പോഴും ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ പ്രശ്നം മാറിയിട്ട് ആത്മീയ ജീവിതം നയിക്കാമെന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട? വിചാരിക്കേണ്ട. സോ അതുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുക. ദൈവവചനം പറയുകയാണ്, എന്താണ്? ദ സ്റ്റെബിലിറ്റി ഓഫ് ദോസ് ഹു ആർ ട്രസ്റ്റിംഗ് ദ ലോർഡ്. ദൈവവചനത്തിൽ ആശ്രയിക്കുന്നവർ അവൻ ഒരിക്കലും കുലുങ്ങിപ്പോകാതെ നിൽക്കുവാൻ തക്ക വേണം ഇടയായിത്തീരണം. ദാനിയേലിനെ പോലെ. ശ്രദ്ധിച്ച് നിങ്ങൾ വിശ്വസിക്കുക, ഏത് പ്രയാസത്തിന് നടുവിലും ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യും? എല്ലാവരും പറഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. എല്ലാവരും ഒന്ന് ചേർന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. പറഞ്ഞേ, ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി കാണും. ഹല്ലേലൂയ. അപ്പം ഏത് പ്രശ്നത്തിന് നടുവിലും ഞാൻ എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രശ്നം എന്തുമാകട്ടെ, പ്രശ്നം ഞാൻ മുമ്പേ പറഞ്ഞില്ല, വീണ്ടും പറയുകയാണ്, പ്രശ്നം അവിടെയുണ്ട്, ആ പ്രശ്നം അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറയുക, ആ പ്രശ്നത്തിന് നടുവിൽ ഞാൻ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ത് ചെയ്യും? ഞാൻ കാണും. കാരണം ബിക്കോസ് ഗാഡ് ഈസ് വിത്ത് മീ. ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്നലെ നമ്മൾ ചിന്തിച്ചപ്പോൾ മറിയോട് പറഞ്ഞ എന്താ? കർത്താവ് ഇങ്ങനെ പ്രത്യേകിച്ചാണ് പറഞ്ഞത്, കർത്താവ് നിന്നോട് കൂടെ ഉണ്ട്. അവിടെ ശ്രദ്ധിച്ചോണേ, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യം പുറത്തെറിഞ്ഞാൽ കല്ലെറിഞ്ഞ് എന്ത് ചെയ്യും? സഹോദരിയെ കൊന്നുകളയും. അവൾ അതിൻ്റെ നടുവിൽ സമൂഹം മുഴുവനും കുടുംബം മുഴുവനും ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ അവൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ കൂടെ നിൽക്കുവാനിടയായി. ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ, കർത്താവ് തന്നോട് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതായ ഉറപ്പ്. ഇന്ന് പകൽക്കാലവും ആ ഉറപ്പ് മാത്രമേ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ളൂ, മറ്റൊന്നുമല്ല. നിന്റെ പ്രശ്നത്തിന് നടുവിൽ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ ദൈവപ്രവൃത്തി കാണുവാനൊക്കെ വേണം ഇടയായി തീരും. നമ്മുടെ മുമ്പ് നിൽക്കുന്ന പർവ്വതങ്ങൾ അത് നിനക്ക് വേണ്ടി വഴിമാറുവാൻ ഇടയായി തീരും. വചനം അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കി, ചെങ്കടൽ ജനത്തിന് മുമ്പിൽ വന്നു നിന്നില്ലേ? ചെങ്കടൽ ദൈവമക്കൾ ഉറച്ചു നിന്നപ്പോൾ ചിതറിപ്പോകാതെ അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോനും സൈന്യവും, ഇരു സൈഡിൽ നോക്കിയപ്പോൾ പർവ്വതങ്ങൾ, മുമ്പിൽ ചെങ്കടലിൻ്റെ അനുഭവങ്ങൾ, ഒരിക്കലും എങ്ങോട്ടും പോകുവാൻ കഴിയാതെ ചുറ്റപ്പെട്ട് അല്ലേ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട് കിടന്ന സാഹചര്യത്തിൽ പതറിപ്പോകാതെ ഓടിപ്പോകാതെ ഉറച്ചു നിന്നപ്പോൾ അതാ അവർക്ക് വേണ്ടി അവരെ കൊന്നുകളയുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നതായ, അവരെ ഇല്ലാതാക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരുന്നതായ ചെങ്കടലിൻ്റെ അനുഭവം അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കുവാനിടയായി തീർന്നു. ശ്രദ്ധിച്ചോണേ, വചനം നമ്മളെ ഈ വചനമൊക്കെ എന്തിനാണ് നമുക്ക് തരുന്നത്? വചനം നമ്മോട് പറയുകയാണ്,
പ്രശ്നത്തിന്റെ നടുവിൽ ഒരു ദൈവപ്രവൃത്തി നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ശ്രദ്ധിച്ചാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അവർ ഉണങ്ങിയ നിലത്തുകൂടെ, എങ്ങനെ പറഞ്ഞു, അവർ ഉണങ്ങിയ നിലത്തുകൂടെ എന്ത് ചെയ്തു? അവർ അക്കരെ കയറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവജനമേ, നിനക്കൊരു ഉണങ്ങിയ നിലമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഈ ശുശ്രൂഷയിൽ, ഇന്നത്തെ ശുശ്രൂഷയിൽ ഒക്കെ പങ്കെടുക്കുന്ന ദൈവമക്കളോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിനക്ക് വേണ്ടി ഒരു ഉണങ്ങിയ നിലം കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഈ ഉണങ്ങിയ നിലമെന്ന് പറയുന്നത് നിന്റെ പ്രത്യാശയുടെ ഹയസ്റ്റ് പോയിന്റ് ആണ്. ഹല്ലേലൂയ. നീ പിന്മാറിപ്പോകാതെ നിൽക്കുമ്പോൾ ദൈവം നിനക്ക് തരുന്നൊരു സമ്മാനമാണ്. അല്ല, നീ ദൈവസന്നിധി ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഓടിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായാൽ ദൈവപ്രവൃത്തി എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. സമയം വേഗത്തിൽ ഓടിപ്പോകുന്നല്ലോ. എന്താ പറയുന്നത്? രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്തോടെ പറയുന്നുണ്ട്, എന്താണ്? ഗോഡ്സ് പ്രൊട്ടക്ഷൻ സറൗണ്ട് ഹിസ് പീപ്പിൾ. ദൈവത്തിൻ്റെ എന്താണ്? രണ്ടാമത്തെ വാക്യം വായിച്ച വേഗത്തിൽ. പർവ്വതങ്ങൾ യെരൂശലേമിനെ ചുറ്റിയിരിക്കുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ ചുറ്റിയിരിക്കുന്നു. കണ്ടോ? അവിടെ വീണ്ടും നോക്കി, അവർ വീണ്ടും പ്രകൃതിയിലേക്ക് നോക്കി, അല്ലേ? They were looking into the nature again. അവരെന്താ കണ്ടേ? അവിടെ പർവ്വതങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? യെരൂശലേമിനെ വീണ്ടും വീണ്ടും ചുറ്റിയിരിക്കുകയാണ്. അപ്പൊ അതിനെ അവർ ആത്മീയമായി വ്യാഖ്യാനിച്ചു. എങ്ങനെയാണ് വ്യാഖ്യാനിച്ചത്? അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, യഹോവ ഇന്നു മുതൽ എന്നേക്കും. യഹോവ ഇന്നു മുതൽ എന്നേക്കും തന്റെ ജനത്തെ എന്ത് ചെയ്യുന്നു? കണ്ടോ? ഇത് ഇസ്രായേലിനൊരു കവചമായിരിക്കുന്നത് പോലെ, അതാ ഈ പർവ്വതം ഇസ്രായേലിനെ മറ്റ് ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്ന കവചമായി നിൽക്കുന്നത് പോലെ തന്നെ യഹോവ എന്ത് ചെയ്യുന്നു? തൻ്റെ ജനത്തെ ചുറ്റിയിരിക്കുക. അപ്പോൾ പ്രൊട്ടക്ഷൻ ആണ്, അല്ലേ? ആണോ അല്ലയോ? ആണോ? ഗോഡ്സ് പ്രൊട്ടക്ഷൻ സറൗണ്ട് ഹിസ് പീപ്പിൾ. ദൈവത്തിൻ്റെ സുരക്ഷിതത്വം, അതാണ് ഈ തൽക്കാലം വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സുരക്ഷിതത്വം. നമുക്ക് എന്ത്, സത്യം പറഞ്ഞ ഈ ലോകത്തിൽ ജീവിക്കുന്ന സമയത്ത് എന്ത് സുരക്ഷിതത്വമാണ് നമുക്കുള്ളത്, അല്ലേ? ഹല്ലേലൂയ. ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ഇന്ന് ഞങ്ങളൊക്കെ വളരെ സ്നേഹിച്ച ഒരു സഹോദരി പ്രത്യേകിച്ച് ഞങ്ങൾ ഹോമിലുണ്ടായിരുന്ന അവർ വിട്ടുപോയി. ഇന്ന് എന്ന് കയറി കൊടുക്കുക, നാളെ എന്ത് ചെയ്തില്ല, ആളെ കാണത്തില്ല. പിറ്റേ ദിവസം വേറെ ആളായിരിക്കും ആ ബെഡിലുണ്ടാകുന്നത്. ആദ്യമൊക്കെ നമ്മൾ ഡെഡ് ബോഡിയെ കാണുമ്പോൾ വളരെ നമുക്ക് നാട്ടിലുള്ള ഫീലിംഗ് ഉണ്ടാകുമല്ലോ, ഭയങ്കര വിഷമവും ഫാൽഭാരവും ഒക്കെയാണ്. ഇപ്പോൾ ഡെയിലി വരുന്നു, ഡെയിലി പോകുന്നു. നേരത്തെ നമ്മൾ ഈ മാറ്റപ്പെട്ട സഹോദരങ്ങൾ അവർക്ക് വാശി കൊടുക്കാനൊക്കെ പറയുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ നമുക്ക് ചെയ്യാം. ഞാൻ വിശദീകരിക്കുന്നില്ല വിഷയം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ യാത്ര കൊടുക്കാനായിട്ട്, അവസാന യാത്ര കൊടുക്കാനായിട്ട് റെഡിയാക്കി ഇപ്പോൾ നമുക്ക് ചെയ്തേക്കാം. അവസാനം റോസപ്പ് കൂടെ വെച്ച് എന്ത് ചെയ്യും? ഫൈനൽ യാത്ര എന്ത് ചെയ്യും? ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ലൈഫ് എന്ന് പറയുന്നത്. ഇന്ന് വരുന്നു, നാളെ പോകും. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് വിശുദ്ധ വേദ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് എന്താ? നമ്മുടെ സുരക്ഷിതത്വം എന്താ? നിങ്ങൾ ആ വാക്യം ഒന്ന് ഇരുത്തി ചിന്തിച്ചേ. പറഞ്ഞു, യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ എന്ത് ചെയ്തിരിക്കുന്നു? ചുറ്റിയിരിക്കുന്നു. ദാറ്റ്സ് അഷ്വറൻസ്, ദാറ്റ്സ് അവർ സെക്യൂരിറ്റി, ദാറ്റ്സ് അവർ പ്രൊട്ടക്ഷൻ. ആമേൻ, ഹല്ലേലൂയ. അതാണ് ഒരു ദൈവജനത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത്. ഒന്നുമില്ലാതെ നമ്മുടെ കയ്യിൽ ഇരിക്കുമ്പോഴും, നമ്മുടെ പേരൻസൊക്കെ, നമ്മുടെ ഗ്രാൻഡ് പേരൻസോ ഒക്കെ വിശ്വാസം ഇറങ്ങിയ സമയത്ത് ഒന്നുമില്ലാതൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സ്ഥാനത്തും അവരെ നേരെ നിർത്തിയത്, അവർ ഭക്ഷിച്ചത് ദൈവത്തിൻ്റെ വചനമായിരുന്നു, അല്ലേ? അവരെ നേരെ നിർത്തിയത് എന്താണ്? ഏതെങ്കിലും മനുഷ്യൻ്റെ വാക്കുകളായിരുന്നോ? നമ്മൾ ഈ വായിച്ച ദൈവത്തിൻ്റെ വചനമായിരുന്നു. ആ വചനം എന്താ പറയുന്നത്? യഹോവ ഇന്നു മുതൽ എന്നേക്കും തൻ്റെ ജനത്തെ എന്തിരിക്കുന്നു? ചുറ്റിയിരിക്കുന്നു. ഇന്നലെ ഞാൻ എൻ്റെ ഫാദറിനോട് അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്ത സമയത്ത്, എല്ലാ കുടുംബക്കാരും തള്ളിക്കളഞ്ഞ സമയത്ത്, അവരുടെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയ സമയങ്ങളിലൊക്കെ, പ്രൈസ് ദി ലോർഡ്, അവരുടെയൊക്കെ വിശ്വാസം എന്താ? എന്നെ കുടുംബക്കാർ തള്ളിക്കളഞ്ഞാലും, നിങ്ങളുടെയൊക്കെ പേരൻസിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചുള്ള കാലമായി പറഞ്ഞു, എൻ്റെ കുടുംബക്കാർ തള്ളിക്കളഞ്ഞാലും എന്നെ ചുറ്റി വളഞ്ഞു നിൽക്കുന്ന ഒരു ദൈവിക പ്രൊട്ടക്ഷനുണ്ട്. ആമേൻ. നമ്മൾ ഈ പട്ടണത്തിലായിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരും ഈ പട്ടണത്തിലല്ലോ, ഉപ്പന്മാരോ അമ്മാച്ചന്മാരോ അമ്മായിമാരോ ആരും ഇവിടെ ഇല്ലല്ലേ? ആ സമയത്ത് നമുക്കുള്ള ഉറപ്പെന്താ? എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. എൻ്റെ തലമുറയെ പറ്റി നമുക്കറിയാവുന്ന ഈ സമൂഹത്തിൽ, ഈ കാലഘട്ടത്തിൽ വളരുന്ന തലമുറയെ പറ്റി നമുക്കറിയാം, അല്ലേ? ആ തലമുറയിൽ
വളരെ ഭീതിയോടെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കുള്ള ഉറപ്പെന്താ? എൻ്റെ തലമുറയുടെ കൂടെ ദൈവിക സാന്നിധ്യം ഉണ്ടെന്നുള്ളതാണ്. സ്തോത്രം, ഹല്ലേലൂയ. ആ സാന്നിധ്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്കറിയാം എലീശയും തൻ്റെ ഒരു എന്താ പറയുന്നത് സെർവൻ്റ് നമ്മളെന്താ പറയുന്നത്, ബാല്യക്കാരനും കൂടെ ഇരിക്കുന്ന സംഭവം നമുക്കറിയാം അല്ലേ. അദ്ദേഹം പുറത്ത് നോക്കി ഒന്നും കണ്ടില്ല, രണ്ടാമതും പോയി നോക്കി എല്ലാം കണ്ടോ. കുറച്ച് കന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച എന്താ പറഞ്ഞേ? ചാരിയറ്റ്സ് അറൗണ്ട് ദ മൗണ്ടൻസ്. പട്ടണത്തെ മുഴുവൻ ചുറ്റിക്കൊണ്ട്, മലകളെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ചാരിയറ്റ്സ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇതാണ് നമ്മുടെ പ്രൊട്ടക്ഷൻ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും വെളിപ്പെടുന്ന ദൈവിക സാന്നിധ്യം, ആ സാന്നിധ്യം നാം അനുഭവിക്കണം. ആ സാന്നിധ്യം നാം എന്ത് ചെയ്യണം? അനുഭവിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. സ്വർഗത്തിൽ നിന്നും ഒരു സ്വർഗീയ പ്രൊട്ടക്ഷൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ആ സ്വർഗീയ പ്രൊട്ടക്ഷൻ എൻ്റെ മേലുണ്ട്, എൻ്റെ തലമുറയുടെ മേലുണ്ട്. ഞാൻ പോകുന്ന ഓരോ മണ്ഡലങ്ങളിലും, ഞാൻ വരുന്ന ഓരോ മണ്ഡലങ്ങളിലും അല്ലേ, ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടെന്നുള്ളതായ ആ വലിയ വിശ്വാസം നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഗാഡ്സ് പ്രൊട്ടക്ഷൻ ഈസ് അൺസീൻ. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് ഒരു പക്ഷെ കാണാൻ സാധിച്ചെന്ന് വരികയില്ല. ആമേൻ, ഹല്ലേലൂയ. ബട്ട് ഇറ്റ്സ് ഓൾവേസ് ആക്റ്റീവ്. പക്ഷെ അത് എല്ലാ സമയത്തും ഉണ്ടെന്ന് നാം തിരിച്ചറിയണം. ആമേൻ. നല്ല സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവിക പ്രൊട്ടക്ഷൻ നമ്മുടെ അക്ഷരികമായ കണ്ണുകൊണ്ട് കാണാൻ കഴിയുകയില്ലെങ്കിലും ഇറ്റ്സ് ഓൾവേസ് ആക്റ്റീവ്. അത് എപ്പോഴും ആക്റ്റീവാണെന്ന് നാം തിരിച്ചറിയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം വേഗത്തിൽ വായിച്ച ദൈവസന്നിധിയിൽ, നീതിമാന്മാർ നീതികേടിലേക്ക് കൈ നീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന് മേൽ ഇരിക്കയില്ല. ആ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ നീതിമാന്മാരുടെ അവകാശത്തിന്മേൽ എങ്ങനെ എന്താ ചെയ്യത്തില്ല? ഇരിക്കയില്ല. ദാറ്റ്സ് എ സെപ്പറേഷൻ ബിറ്റ്വീൻ റൈച്ചസ് ആൻഡ് വിക്കഡ്നസ്. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? ആത്മീയനും അനാത്മീയനും തമ്മിലുള്ളതായ വ്യത്യാസം ദൈവം വെളിപ്പെടുത്തേണ്ട സമയങ്ങളിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നീ ആയിരുന്നാൽ മതി. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നാമായിരുന്ന രാവിലെ മുതൽ വൈകിട്ട് വരെ കർത്താവ് ആത്മീയനും അനാത്മീയനും തമ്മിലുള്ള വ്യത്യാസമൊന്നും വെളിപ്പെടുത്തിയെന്ന് വരത്തില്ല. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ കർത്താവ് വെളിപ്പെടുത്തേണ്ട സമയമാകുമ്പോൾ ആത്മീയനാരാ അനാത്മീയനാരാ അതിൻ്റെ കോൺസിക്വൻസ് എന്താണെന്ന് ദൈവം വെളിപ്പെടുത്തുവാന്നൊക്കെ വണ്ണം ഇടയായിത്തീരും. ഹല്ലേലൂയ. അതിന് ഉദാഹരണമാണ് മൊർദെഖായിയുടെയും അദ്ദേഹത്തിൻ്റെ പേരുന്ന ഓപ്പോസിറ്റ് നിന്നേ ഹാമാൻ്റെയും ചരിത്രം നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണാൻ സാധിക്കുന്നത്. അത് രാവിലെ കർത്താവ് വന്നിട്ട് എല്ലാ ദിവസവും മൊർദെഖായിയുടെ കൂടെ ഇരുന്നോ? അല്ലെങ്കിൽ ഒന്നുമില്ല. വെളിപ്പെടുത്തേണ്ട സമയമായപ്പോൾ അവസാനം വരെയും ഹാമാൻ ഇങ്ങനെ പ്രിക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഓരോ സമയത്തും പ്രിക്ക് ചെയ്തുകൊണ്ടിരുന്നു അല്ലേ. അവസാനം വെളിപ്പെടുത്തേണ്ട സമയമായപ്പോൾ ദൈവം വെളിപ്പെടുത്തി. എങ്ങനെ വെളിപ്പെടുത്തിയേ? അദ്ദേഹം ഉണ്ടാക്കിയ കഴുമരത്തെ തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്തു? എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് കർത്താവ് ഹാമാനെ തൂക്കിയോ? ഇല്ല. പക്ഷെ ശ്രദ്ധിച്ചോണം ദൈവമക്കളെ, നിനക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തേണ്ട സമയങ്ങളിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തുവാനൊക്കെ വേണം ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വെളിപ്പെട്ടില്ല കർത്താവ്, ഇന്ന് രാവിലെ ഈ പ്രവൃത്തി വെളിപ്പെട്ടില്ലല്ലോ എന്ന് നിരാശപ്പെടരുത്. ഇന്ന് വൈകുന്നേരം സമയം കർത്താവ് ഇന്ന് രാവിലെ വെളിപ്പെട്ടു, പക്ഷെ ഇന്ന് വൈകിട്ട് എന്ത് ചെയ്തില്ല? വെളിപ്പെട്ടില്ലല്ലോ. ഇന്ന് രാത്രി കർത്താവ് നിങ്ങൾ ദൈവം സമയമാകുമ്പോൾ തക്ക സമയത്ത് വെളിപ്പെടുന്ന ഒരു ദൈവിക സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം സമയങ്ങളിൽ നിനക്ക് ഇറങ്ങുവാനൊക്കെ വേണം ഇടയായിത്തീരും. നീ ഒരു കാരണവശാലും നിരാശപ്പെടുവാനൊക്കെ വേണം ഇടയാകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഡെവിൽ ഓൾവേസ് ഹാവ് എ ലിമിറ്റ്. പിശാചിന് എപ്പോഴും ഒരു ലിമിറ്റ് ഉണ്ട്. എന്നാൽ ലിമിറ്റ് ഇല്ലാതെ ദൈവത്തിന് മാത്രമാണ്. നല്ല സ്വത്രം പറയാൻ പറ്റുമോ? ആമേൻ, ഹല്ലേലൂയ. പിശാചിന്റെ എപ്പോഴും ലിമിറ്റ് ഉണ്ട്. അവന് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധികളുണ്ട്. എന്നാൽ ലിമിറ്റ് ഇല്ലാതെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്ന നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തിന് നിന്നെ മാനിക്കുവാൻ സാധിക്കും. ശത്രുവിൻ്റെ എത്ര വലിയ ക്ലച്ചസ് ആണെങ്കിലും ആ ക്ലച്ചസിൻ്റെ അകത്ത് നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാനൊക്കെ വേണം ഇടയായിത്തീരും. ശത്രു വലിയ പദ്ധതി നിനക്ക് വേണ്ടി മൊർദെഖായിയെ കൊന്നുകളയുവാൻ എത്ര വലിയ പദ്ധതിയെ ഒരുക്കിയാലും, മൊർദെഖായിയെ മാത്രമല്ല മൊർദെഖായിയോടുള്ള വിരോധത്താൽ ആ വംശത്തെ മുഴുവൻ ഇല്ലാതാക്കി കളയുവാൻ അവിടെ പദ്ധതി ഒരുക്കിയപ്പോൾ ആ പദ്ധതി എൻ്റെ ദൈവം ക്യാൻസൽ ചെയ്തു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ ശ്രദ്ധിക്കുക. നീ ദൈവവേദനാണെങ്കിൽ, ദൈവസ്ഥാനത്തിലാണ് നാം നിൽക്കുന്നത് എങ്കിൽ, നിനക്കെതിരെ നിൽക്കുന്ന പദ്ധതികളെ ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവം ക്യാൻസൽ ചെയ്തുകൊള്ളും. അതിനുവേണ്ട വ്യക്തികളെ ദൈവം എഴുന്നേൽപ്പിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നവരെ അല്ല ദൈവം എഴുന്നേൽപ്പിക്കുന്നത്. ശ്രദ്ധിക്കുക, അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ചത് ആരെയാ? ഒരു സഹോദരിയെയാണ്, അല്ലേ? ഒരു സമൂഹത്തെ മുഴുവനും വിടുവിക്കുവാൻ ദൈവം എഴുന്നേൽപ്പിച്ചത്. ഞാൻ വിചാരിച്ചു ആ സ്റ്റോറിയൊക്കെ ആദ്യം വായിക്കുമ്പോൾ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്ന ആരെയാ? വാളെടുത്തുകൊണ്ട് മൊർദെഖായിയെ ദൈവം എഴുന്നേൽപ്പിക്കുമെന്നാണ് ഞാൻ നിങ്ങൾ തുടക്ക സമയങ്ങളിലൊക്കെ വായിച്ച് തുടങ്ങുന്നത്. പിന്നീടാണ് ഇതിനു വേണ്ടി ഒരു സഹോദരിയാണ് ദൈവം എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ല ദൈവപ്രവൃത്തി, അല്ലേ? നമുക്കെല്ലാം പ്രതീക്ഷകളാണുള്ളത്. ഒരു ലോൺ എടുത്താൽ അത് ഇങ്ങനെ അടയ്ക്കാം, ഒരിടത്ത് ഒരു വഴിക്ക് പോയാൽ ഇങ്ങനെ പോകാം, ഒരു കാര്യം ചെയ്താൽ ഇങ്ങനെ നമുക്ക് ചെയ്യാം. പക്ഷെ അവസാനം കാര്യം നടന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് ഞാൻ വിചാരിച്ച പോലെ അല്ല കാര്യം എന്ത് ചെയ്യുന്നത് നടന്നതെന്നുള്ളതാണ്. നമ്മുടെ വിവാഹത്തിൻ്റെ കാര്യം, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യമാകട്ടെ, നമ്മുടെ ഫാമിലിയുടെ കാര്യമാകട്ടെ, നമ്മുടെ ജോലിയുടെ കാര്യമാകട്ടെ, അല്ലേ? നിങ്ങൾ തിരിച്ചു നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചു നോക്കുക. ലുക്ക് അറ്റ് യുവർ ലൈഫ്. You just define how the God's work is. നിങ്ങളങ്ങ് ഡിഫൈൻ ചെയ്യുക എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നുള്ളത്. ഹല്ലേലൂയ. അതിന് വെളിയിൽ നിന്ന് എക്സാമ്പിൾസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവത്തിൻ്റെ പദ്ധതി അല്ലാതെ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ടെമ്പററി ആയിട്ടുണ്ടാകുന്ന അൺജസ്റ്റിസ്, നമുക്ക് നീതി ലഭിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളെ പരിഗണിക്കാതിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ദൈവമക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു പെർമനൻ്റ് ഡിഫീറ്റ് അല്ല. നാം എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? പലയിടത്തും നമ്മൾ തഴയപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുന്നതിലെ നിങ്ങളുടെ ജോലി. ഞാൻ ഒരു ദിവദാസനോട് പറഞ്ഞു, ഞാൻ നിന്നോട് ഒന്നേ ചോദിച്ചോളൂ, നിൻ്റെ യൗവനത്തിലെ രക്തം അത് നീ തരാൻ തയ്യാറായതുകൊണ്ട് ഞാൻ നിന്നെ മാനിക്കാൻ പോകുന്ന കർത്താവ് അന്നെന്ത് ചെയ്തത്? പല വർഷം മുമ്പ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നെ ഉയർത്തിയ വിധമല്ല ഞാൻ പറയുന്നത്, ഒരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് മൊർദെഖായിയുടെ വിഷയം പറഞ്ഞതുകൊണ്ട് കയറി വന്നതാണ്. എസ്തേറിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയുകയാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ നിശ്ചയമായും ദൈവം നിന്നെ എന്ത് ചെയ്യും? ഉയർത്തിയിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. നമ്മൾ ചെയ്യേണ്ട ഭാഗം നമ്മൾ നിശ്ചയമായും ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീരണം. അതിന് യാതൊരു വിധമായ വിട്ടുവീഴ്ചയും ചെയ്യുവാൻ പാടില്ല. സോ ശ്രദ്ധിക്കുക, നമ്മൾ ശ്രദ്ധിച്ച വാക്യം നീതിമാനും, അല്ലെങ്കിൽ നമ്മൾ വായിച്ച വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. 3-ാമത്തെ വാക്യത്തിൽ നീതിമാന്മാർ നീതികേടിലേക്ക് കൈനീട്ടാതിരിക്കേണ്ടതിന് ദുഷ്ടന്മാരുടെ ചെങ്കോൽ, അവരുടെ ആധിപത്യം, ശ്രദ്ധിച്ചോണേ, അവരുടെ ആധിപത്യം, അവരുടെ അധികാരം എവിടെ ഇരിക്കുകയല്ല? നീതിമാന്റെ നമ്മുടെ അവകാശത്വം എന്ത് ചെയ്യല? ഇരിക്കുകയല്ല. സ്വത്രം പറഞ്ഞായിട്ട് നല്ലൊരു സ്വത്രം. ആമേ. എൻ്റെ അവകാശത്തിന്മേൽ ശത്രുവിൻ്റെ അധികാരം എന്ത് ചെയ്യില്ല? ഉണ്ടാകത്തില്ല, ഇരിക്കത്തില്ല. കാരണം എന്താ? അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ആമേ, ഹല്ലേലൂയ. അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പിശാചിന് അവകാശപ്പെട്ടതല്ല, എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുവാനൊക്കെ വണ്ണം ഇടയാ തീരട്ടെ. ഹല്ലേലൂയ. അതിൻ്റെ വായിച്ച് അവസാനിപ്പിക്കുക. 4-5 വാക്യം വേഗത്തിൽ വായിച്ചു. നമുക്ക് തിരുമേശയുണ്ടല്ലോ, വേഗത്തിൽ വായിച്ചു. യഹോവയെ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണമേ. എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവൃത്തിക്കാരോട് കൂടെ പോകുമാറാകട്ടെ. ഇസ്രായേലിൽ മേൽ സമാധാനം വരുമാറാകട്ടെ. ഗോഡ് ജസ്റ്റിസ് ആൻഡ് റെസ്റ്റോറേഷൻ ഫോർ ഹിസ് പീപ്പിൾ. ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ വിടുതൽ തൻ്റെ ജനത്തിൻ്റെ മേൽ വെളിപ്പെടുന്നത് അതിൻ്റെ 4-ാമത്തെയും 5-ാമത്തെയും വാക്യത്തിൽ കാണുവാൻ സാധിക്കും. യഹോവ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും എന്ത് ചെയ്യണമേ. ഞാൻ പറഞ്ഞ ആ ഭാഗത്തിലേക്കാണ് വീണ്ടും വരുന്നത്. നിങ്ങൾ 4-ാമത്തെ വാക്യം വായിച്ചേ. ആ വാക്യത്തിൽ സഭയൊന്ന് ചേർന്ന് വായിക്കാം. ആ വാക്യം വേഴ്സ് നമ്പർ 4. യഹോവ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും എന്ത് ചെയ്യണമേ? നന്മ ചെയ്യണമേ. ഒരു സ്വത്രം പറഞ്ഞ് ചേർന്ന് ഹല്ലേലൂയ. അങ്ങനല്ലേ അവൾ വായിച്ചേ. യഹോവ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യണം. അപ്പോൾ നന്മ ചെയ്യുന്നവൻ്റെ മേൽ എന്താണ്? ഹൃദയപരമാർത്ഥികളുടെ മേൽ ശത്രുവിൻ്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ദൈവം അവർക്ക് നന്മ ചെയ്യുവാൻ തക്ക വണ്ണം ഇടയാത്തിരും. അവസാന ഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ പറഞ്ഞത് എന്താ? എന്നാൽ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ. ശ്രദ്ധിച്ചോണേ, അവൻ നേരത്തെ ഏത് വഴിയിലായിരുന്നു? അപ്പം അവൻ നേരത്തെ ഏത് വഴിയിലായിരുന്നു? നേരെ വഴിയിലായിരുന്നു. അപ്പോൾ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ
യഹോവ ദുഷ്പ്രവർത്തിക്കാരോടുകൂടെ പോകുമാറാകട്ടെ. ഇസ്രായേലിന്മേൽ സമാധാനം എന്ത് ചെയ്യട്ടെ? വരട്ടെ. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ട്. 4-5 വാക്യം ചേർന്ന് ചിന്തിക്കണം. അപ്പോൾ യഹോവ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യും. അപ്പോൾ ഇൻ കേസ് ആർക്കെങ്കിലും വളഞ്ഞ വഴിയിൽ പോകണമെങ്കിൽ എന്ത് ചെയ്യാം? യു ക്യാൻ ഗോ. ഒരു തടസ്സവുമില്ല, നിനക്ക് പോകാം. അവിടെ പറയാ, യഹോവ വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ യഹോവ ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ എന്ത് ചെയ്യട്ടെ? പോകുമാറാകട്ടെ. ഒരു തടസ്സവുമില്ല. ദാറ്റ്സ് യുവർ ചോയ്സ്. നമ്മുടെ ഏതാം തോട്ടത്തിൽ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ വൃക്ഷഫലം നട്ടില്ലേ? വൃക്ഷഫലം നട്ടിട്ട് പറഞ്ഞു, നിനക്ക് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് ദൈവർക്ക് ഒരു വില്ല് എന്ന് പറഞ്ഞ വാക്കുണ്ടായിരുന്നല്ലോ, ഫ്രീ വില്ല് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കഴിക്കാതിരിക്കാം. ദാറ്റ്സ് അപ് ടു യു എന്ന് പറഞ്ഞതുപോലെയാണ്. എന്താണ് ഇവിടെ പറയുന്നത്? എന്താ നിങ്ങൾ ശ്രദ്ധിച്ചേ? വളഞ്ഞ വഴിയിലേക്ക് തിരിയുന്നവരെ, നമുക്ക് 2 വഴിയുണ്ട്. ഒന്നുകിൽ നിനക്ക് ആത്മീയനായി ജീവിക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ജഡികനായിട്ട് രാവിലെയും നമ്മൾ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞുങ്ങളെ ഓരോ കാര്യങ്ങൾ സ്ട്രിക്റ്റായിട്ട് പറയുന്നത് പോലെ കർത്താവെന്ന് പറയല, നീ രാവിലെ ചർച്ചിൽ പോകണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് കർത്താവ് ഒരു ചോയ്സ് അവിടെ വെച്ചിരിക്കുകയാണ്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ റിവാർഡ്. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാനുള്ള വിഷയമാണ്, നമ്മുടെ റിവാർഡ് ദാറ്റ്സ് അപ് ടു യു. നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നന്മയും തിന്മയും എല്ലാം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. നിനക്ക് ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കാം, ജഡിക ജീവിതം തിരഞ്ഞെടുക്കാം. ഇവിടെ ആരും നിന്നെ നിർബന്ധിച്ചൊരു ആത്മീയ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നില്ല, തള്ളിവിടുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ ആരെങ്കിലും നിർബന്ധിച്ച് ആത്മീയ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ കൂടി വന്നാൽ 4-5 വർഷം നിൽക്കും. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കാരണം ദർ ഈസ് എ ലിമിറ്റ്. ഞാൻ എൻ്റെ ബുദ്ധി ഉപയോഗിച്ച്, എൻ്റെ ശക്തി ഉപയോഗിച്ച്, എൻ്റെ കഴിവനുസരിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാതെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിരിക്കട്ടെ. ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹത്തിന് അധികം നാൾ എന്ത് ചെയ്യണം? നിൽക്കാനായിട്ട് പറ്റത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവല്ല അവിടെ പ്രവർത്തിച്ചത്, എൻ്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ പറയുന്ന അർത്ഥം ഇത്ര മാത്രമാണ്. വളഞ്ഞ വഴിയിലേക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ജീവിക്കാം. എന്നാൽ ഇസ്രായേലിൻ്റെ മേൽ, ദൈവജനത്തിൻ്റെ മേൽ എന്ത് വരുമെന്നാണ് പറയുന്നേ? സമാധാനം വരുവാനൊക്കെ വേണം ഇടയായി തീരും. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ മേൽ സമാധാനം വരുമാറാകട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നു, ഇന്ന് കേട്ട വചനം കേട്ട എല്ലാവരുടെ മേലും സമാധാനം വരട്ടെ. എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയാട്ടെ. 1 മിനിറ്റ് നോക്കിയാട്ടെ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ കർത്താവേ, എൻ്റെ മുമ്പിൽ 2 വഴികളുണ്ട്. കർത്താവേ, ആത്മീയരാണെങ്കിലും നമ്മുടെ മുമ്പിൽ 2 വഴികളുണ്ട്. ലോകം നമ്മളെ, പ്രത്യേകിച്ച് ലോകത്തിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നമ്മൾ നിൽക്കുന്ന മേഖലകളെല്ലാം വളരെ ടെംപ്റ്റേഷൻ നിറഞ്ഞതായ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവേ, എന്നാൽ ഈ ടെംപ്റ്റേഷൻ നിറഞ്ഞ, പ്രലോഭനം നിറഞ്ഞ, പാപം നിറഞ്ഞ ഈ ലോകത്തിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ. ദൈവസ്ഥലം സമർപ്പിച്ചാൽ കൊടുത്തേ. കർത്താവേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വചനം പറയുന്നത് യഹോവ ഗുണവാന്മാർക്കും ഹൃദയപരമാർത്ഥികൾക്കും നന്മ ചെയ്യുമെന്നാണ് പറയുന്നത്. കർത്താവ് അങ്ങനെയെങ്കിൽ കർത്താവ് എൻ്റെ കുടുംബത്തോടുള്ള നന്മ ചെയ്യണമേ. കർത്താവ് വളഞ്ഞ വഴിയിലേക്ക് പലരും കാലഘട്ടത്തിൽ തിരിയുമ്പോൾ, ആത്മീയരെന്ന് പറയുന്ന പലരും വളഞ്ഞ വഴിയിലേക്കൊക്കെ തിരിയുമ്പോൾ, കർത്താവ് എന്നെയും എൻ്റെ തലമുറയും വളഞ്ഞ വഴിയിലേക്ക് തിരിയുവാൻ ഇടയാകാതെ കർത്താവ് വചനത്തിൽ നിലനിൽക്കുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ദൈവമക്കൾ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൻ്റെ മേൽ സമാധാനം വരുമെന്നാണ് പറയുന്നത്. കർത്താവ് ഇസ്രായേലിൻ്റെ അനുഭവം എൻ്റെ കുടുംബത്തിൻ്റെ അകത്ത് തരണമേ. സ്തുതിക്കുന്നവൻ്റെ, ആരാധിക്കുന്നവൻ്റെ ഭവനത്തിൻ്റെ അകത്ത് സമാധാനം ഉണ്ടാകും ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങനെയെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ എൻ്റെ കുടുംബത്തിൻ്റെ നടുവിൽ, എൻ്റെ സഭയുടെ നടുവിൽ സമാധാനം വ്യാപരിപ്പാനൊക്കെ വേണം ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാണ് നമ്മൾ കേൾക്കുവാനൊക്കെ വേണം ഇടയാറ്റുന്നത്. കർത്താവേ, പ്രശ്നം വരുമ്പോൾ കുലുങ്ങാതെ നിൽക്കാൻ ആവശ്യമായ ദൈവകൃപ. പ്രശ്നം വരുമ്പോൾ പതറിപ്പോകാതെ, പ്രശ്നം വരുമ്പോൾ നെടുവീർപ്പിടാതെ പ്രശ്നത്തെ ഫേസ് ചെയ്യാനുള്ളതായ ഹല്ലേലൂയ ഒരു ധൈര്യം ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ ശാന്തമായ അന്തരീക്ഷത്തിൽ വചനം കേൾക്കുവാൻ ഇടയായി തീർന്നു. ഞങ്ങൾ കേട്ട വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, കേട്ട വചനങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ഇടയാകണമേ. കർത്താവത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചു. ഇനിയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. തിരുമേശ ഞങ്ങളുടെ മുമ്പിലുണ്ട്. ദൈവദാസൻ ശുശ്രൂഷിക്കുന്നു. ഏറ്റവും അനുഗ്രഹമാകുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ട വചനം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന സ്തോത്രം ചെയ്യുന്നു. സർവ്വേശ്വരൻ നാമത്തിൽ തന്നെ. താങ്ക് യു സോ മച്ച്.